I want you to be a light, baby. You should be a light. 더는 아프지 않게 네가 웃을 수 있게. I want you to be your night, baby. You could be a night. 이 밤이 너에게 솔직할 수 있게. അതെ, എനിക്കിവിടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ട്. രാവിലെ തൊട്ടിരുന്നതല്ലേ, മതി പഠിച്ചത്. ഇങ്ങനെ പഠിച്ചാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും കൃഷ്ണ. അയ്യോ, എന്തൊരു കയറി. ജിംഷി ഇവിടെ എൻ്റെ സൗന്ദര്യം നോക്കിയിരിക്കെ. ഞാൻ കുറച്ച് നേരം കൂടെ പഠിക്കട്ടെ. കുറച്ച് വർഷം കൂടെ കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ വരാം. കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. എങ്കിൽ ഇങ്ങ് വാ. ടെൻഷനുണ്ടോ? എന്തിന്? മടിയിലിരിക്കുന്നതിനോ? ഛേ, അതല്ല, എക്സാമിൻ്റെ കാര്യത്തെ. അത് പിന്നെ ഇല്ലാതിരിക്കോ? ഇതുകൂടെ കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. ഓ, അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ നീ ഫ്രീ ആയിരിക്കും അല്ലേ? ആ, ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കൂടി കിട്ടില്ല. അടുത്ത സെമിസ്റ്റർ ആകുമല്ലേ. ഓരോ ഇയർ കഴിയുമ്പോഴും ഭയങ്കര പ്രഷറാണ് ജിമിന. കിണിക്കണ്ട. കമ്മ്യൂണിറ്റി മെഡിസിനും ENT ഒക്കെ പിന്നെയും സഹിക്കാം. ഈ ഒഫ്താൽമോളജി എൻ്റെ തലവേദന. ആ, അത് പറഞ്ഞപ്പോഴാ ഒഫ്താൽമോളജിയുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ലക്ഷ്മി മിസ്സിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാനതൊന്ന് പോയി മേടിച്ചിട്ട് വരാവേ. കൃഷ്ണ അതും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഛേ, ഇവിടെ എന്താ പരിപാടി? ഞാൻ വെറുതെ ചെറിയമ്മയെ കാണാൻ. ഞാനും അങ്ങോട്ട് തന്നെയാ. ആ, എങ്കിൽ വാ. എന്തേ, സാറ് വരുന്നില്ലേ? ഇല്ല, ഞാനിവിടെ നിന്നാൽ ശരിയാകില്ല. അതെന്താ? അയാൾ ഇവിടെ ഉണ്ട്. അത് അയാളുടെ കാറാ. ആരുടെ? ജിമിൻ്റെ അച്ഛൻ്റെയോ? ആ, അതിനെന്താ സാർ? ഇങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞാൻ അയാളെ കണ്ട എൻ്റെ നാവ് ചതിക്കും, അതാ. പറയണമെന്ന് തോന്നിയാൽ പറയണം സാർ. സാറ് വന്നേ. 1.5 വർഷമായി ലക്ഷ്മി. ഇതുവരെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിട്ടില്ല. നോട്ട് ഈവൻ എ സ്ലൈറ്റ് ചേഞ്ച്. ഇത് പറയാൻ മാത്രമായിട്ട് ഇങ്ങോട്ട് വരണമെന്നില്ല. എനിക്കറിയാം. അച്ഛനെന്ന ഫോർമാലിറ്റിക്ക് എങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് വേണ്ട. അവൻ ആരോഗ്യത്തോടു കൂടി ഉള്ളപ്പോൾ ചെയ്യണമായിരുന്നു. യു ആർ റൈറ്റ്. ഐ വാസ് റോങ്, സോ റോങ്. പക്ഷേ ഇതെല്ലാം ഒരു ഫോർമാലിറ്റിക്ക് മാത്രമാണെന്ന് നീ കരുതല്ലേ. വി ആർ ഡോക്ടേഴ്സ് ലക്ഷ്മി. നമുക്ക് 2 പേർക്കും ഇതിൻ്റെ സീരിയസ്നെസ് അറിയാം. ഒരു 100 പേഷ്യൻസ് ഈ സെയിം അവസ്ഥയിലൂടെ നമ്മൾ കണ്ടതല്ലേ. ഇപ്പോൾ നമ്മുടെ മകനും. ജിമിന് ഡാൻസ് ആയിരുന്നു എല്ലാം. നിങ്ങളോട് കാല് പിടിച്ചല്ലേ അവനൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. നിങ്ങൾ അവനെ ജീവിക്കാൻ അനുവദിച്ചില്ല. അവൻ അവസാനമായി പറഞ്ഞത് ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്. ആറ്റുനോട്ടുണ്ടായതല്ലേ അവന് നമുക്ക്. എനിക്കവനെ കൈവിടാൻ കഴിയില്ല. പിന്നെ അവനിങ്ങനെ എത്ര നാളെന്ന് അറിയിപ്പിക്കാന്ന് വെച്ചാൽ ഒരു മെഷീൻ്റെ സപ്പോർട്ടോടെയാണ് അവനിപ്പോൾ ജീവനോടെ നിർത്തുന്നത്. അതല്ലാതെ വാട്ട്? നിങ്ങളെന്താ പറയുന്നത്? ജിമിന് എന്ത് പറ്റിയെന്നാ? അത് മോനെ, ജിമിനെ കാണാനില്ലെന്ന് പറഞ്ഞത് കള്ളായിരുന്നല്ലേ? എന്തിനായിരുന്നു ഈ ഡ്രാമയൊക്കെ? ജിമിന് എന്താ പറ്റിയേ? അതോ തള്ളയും തന്തയും കൂടെ ജിമിനെ കൊലയ്ക്ക് കൊടുത്തോ? സൂര്യ, അവൻ എവിടെയാന്ന് പറയടോ. ജിമിന് എന്താടോ പറ്റിയേ? പറയടോ, ജിമിന് എന്താ പറ്റിയേ? കഥ തുറന്ന ലക്ഷ്മിയും പ്രഭാകരനും കാണുന്നത് അവിടെയും ഇവിടെയുമായി കിടക്കുന്ന മദ്യക്കുപ്പികളായിരുന്നു. നിങ്ങൾക്കറിയാലോ നമ്മളെന്തിനാ ഇവിടെ വന്നതെന്ന്. അവനെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവർ ജിമ്മിൻ്റെ അടുത്തേക്ക് പോകുന്നു. മോനെ, നീ തിരിച്ച് വീട്ടിലേക്ക് വാടാ. നമുക്ക് എന്തിനും പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? ഞാൻ സ്വപ്നം കണ്ട ലോകമല്ലേ ഇയാൾ ഒറ്റ ദിവസം കൊണ്ട് തീർത്തത്. 1 2 അല്ല,
10-15 വർഷമാണ് ഞാനിതിനു വേണ്ടി കഷ്ടപ്പെട്ടത്. എൻ്റെ ആ ടൈം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? പാട്ടും ഡാൻസുമായിട്ട് നിൻ്റെ ജീവിതം തെളിച്ചത് നീ തന്നെയാണ് ജിമിൻ. പഠിക്കേണ്ട സമയത്ത് 2 അക്ഷരം പഠിക്കാനുള്ളതിന് പകരം കണ്ട പിള്ളേരുടെ കൂടെ പാട്ടും കൂത്തുമായി നടന്നു. പേരിന് പറയാൻ ഒരു ഡിഗ്രി എങ്കിലും ഉണ്ടോ നിനക്ക്? നമ്മൾ കോംപ്രമൈസിനല്ലേ വന്നത്. നിങ്ങൾ നിങ്ങളുടെ ഈഗോ ഒന്ന് മാറ്റിവെച്ച് ഒരച്ഛനെ പോലെ അവനോട് പെരുമാറ്. അച്ഛനോ? ഇവൻ എൻ്റെ മോനാണോ എന്ന് തന്നെ സംശയമുണ്ട്. പരലക്ഷ്മി, ഇവൻ എൻ്റെ മോൻ തന്നെയാണോ? ഡോ, ഹോ, നീ എൻ്റെ ദേഹത്ത് തൊടാൻ വരെ ആയോ? ദേഷ്യത്തിൽ പ്രഭാകരൻ ജിമിനെ തള്ളുന്നു. ജിമിൻ! ചെയ്യേണ്ട ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്സ് തന്നെയാണ് അവന് ഞങ്ങൾ കൊടുത്തത്. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറവായതുകൊണ്ട് ഹി വെൻറ്റ് ടു കോമ. ഞാൻ തിരിച്ച് അവൻ നോർമൽ ലൈഫിലേക്ക് വരുമെന്ന് തന്നെയാണ് കരുതിയത്. അവൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. മണിക്കൂറുകൾ ദിവസങ്ങൾ മാസങ്ങളായി. അവൻ തുടക്കം മുതൽ മെഡിസിന് പോലും റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. ഞങ്ങളുടെ ഹോപ്പെല്ലാം ഒന്നൊന്നായി നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവനൊരു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവിക്കുന്നത്. ബാക്കിയുള്ളവരോട് അവൻ ലണ്ടനിൽ പോയെന്ന് പറഞ്ഞതും നിന്നോടവൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. വേണ്ട, പറയണ്ട. ഭർത്താവിൻ്റെ ഇമേജ് കളയാതിരിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. പക്ഷേ അറ്റ്ലീസ്റ്റ് അവൻ എന്ത് പറ്റിയെന്ന് എന്നോടെങ്കിലും പറയാമായിരുന്നു. ഓരോ ദിവസവും അവൻ്റെ കാര്യം ഓർത്ത് നീറുമായിരുന്നു ഞാൻ. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അവനെ എനിക്കിപ്പോൾ കാണണം. അവൻ എവിടെയുള്ളത്? നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. സൂര്യ ഉടനെ തന്നെ കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. കൃഷ്ണ, എന്തു പറ്റി? ജിമിൻ, ജിമിൻ. കൃഷ്ണ, എന്താ നീ കരയുന്നേ? ഒന്ന് പറ. കീർത്തിയും സോനയും റൂമിലേക്ക് വന്നു. ഇവളെന്തിനാ കരയുന്നേ? കൃഷ്ണ, എന്താ നിനക്ക് പറ്റിയേ? അവളെല്ലാം അവരോട് പറയുന്നു. ഞാനപ്പോ ജീവനോടുണ്ടോ? എന്ത്? അതെങ്ങനെ? അവൻ ജീവനോടെ ഉണ്ടേ പിന്നെ നിന്റെ കൂടെയുള്ളതാരാ? ഇതെന്തൊക്കെ ഇവിടെ നടക്കുന്നേ? എനിക്കറിയില്ല. ഇതെന്താ ഇങ്ങനെ? നീ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല കൃഷ്ണ. ഇതിൻ്റെ പിന്നിൽ എന്താണെന്നറിയാൻ എന്താ ചെയ്യാ? കൃഷ്ണ, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യണം. ഡോണ്ട് ഹെസിറ്റേറ്റ്. ഒരു വഴിയുണ്ട്. ജിമിൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ സോൾ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയെന്ന്. അതെങ്ങനെ? എല്ലാ ജീവജാലങ്ങൾക്കും സോളിനും ശരീരത്തിനുമിടയിൽ ഒരു ഊർജ്ജ ബന്ധനമുണ്ട്. ഇതിനെ സിൽവർ കോഡ് ഇൻ ആസ്ട്രൽ പ്രൊജക്ഷൻ തിയറി എന്ന് പറയും. സാധാരണയായി ഈ ബന്ധനം ആത്മാവിനെ അബോധാവസ്ഥയിലോ സ്വപ്നത്തിലോ പോലും ശരീരത്തിൽ ഉറപ്പിച്ചു നിർത്തും. എന്നാൽ ഇമോഷണൽ ഷോക്ക്, ഹെഡ് ട്രോമ പോലുള്ള റെയർ കേസസിൽ ഈ ബന്ധനം വീക്കാകുകയും ഇത് സോളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് കാരണമാകുകയും ചെയ്യും. ജിമിൻ്റെ കേസിൽ അവൻ ഇമോഷണൽ ഷോക്കും സംഭവിച്ചിട്ടുണ്ട്, ഹെഡ് ട്രോമയും. ഈ സോള് ബോഡിയിൽ നിന്ന് പോയെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജിമിൻ ജീവിച്ചിരിക്കുന്നത്? അതെങ്ങനെ പോസിബിൾ? ഗുഡ് ക്വസ്റ്റ്യൻ. ഒരാൾ മരിക്കുന്നത് അയാളുടെ സോൾ ഫുൾ ഡിറ്റാച്ച് ആകുമ്പോഴാണ്. ജിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സോൾ ലോസ്റ്റ് ആയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സിൽവർ കോഡ് ജിമിനുമായിട്ട് ഇപ്പോഴും കണക്റ്റഡ് ആണ്. ആ കോഡ് എപ്പോൾ ഡിസ്കണക്റ്റ് ആകുന്നു അപ്പോൾ അവൻ്റെ ബോഡിയും എന്നേക്കുമായി ഷട്ട് ഡൗൺ ആകും. അങ്ങനെയാണെങ്കിൽ ജിമിൻ്റെ സോൾ തിരിച്ച് ബോഡിയിലേക്ക് കയറിയാൽ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? എനിക്കിത് പറയാൻ കഴിയില്ല. ജിമിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ പോലെ ഇരിക്കും. ജിമിൻ ഇപ്പോഴും മെഡിസിനോട് റെസ്പോണ്ട് ചെയ്യാത്തത് മേ ബി അവൻ്റെ സോൾ ഇപ്പോഴും ഡിറ്റാച്ച് ആയതുകൊണ്ടായിരിക്കാം. സോ ചാൻസസ് ആർ ദെയർ. പക്ഷേ ഒരു 50-50 പറയാൻ പറ്റൂ. ശരിയെന്നാ ഞങ്ങളെന്നാ പോയേക്കുക. പിന്നെ വേറൊരു കാര്യം, ജിമിൻ തിരിച്ച് ബോഡിയിലേക്ക് വന്ന ചിലപ്പോൾ അവൻ കൃഷ്ണയുമായി സ്പെൻഡ് ചെയ്ത ദിവസങ്ങൾ അവന് ഓർമ്മയുണ്ടായിരിക്കില്ല. ഹീ വിൽ ബി ദ ഓൾഡ് വൺ, നോട്ട് ദ വൺ യു സീ നൗ. എനിവേ, ഓൾ ദ വിഷസ്. എല്ലാം
നല്ല രീതിയിൽ നടക്കട്ടെ. നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ തിരിച്ച് ബോഡിയിലേക്ക് കയറണമെന്നാണോ? അതെ ജിമിൻ, നീ തിരിച്ച് നിൻ്റെ ബോഡിയിലേക്ക് തന്നെ പോകണം. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എനിക്ക് പോകണ്ട കൃഷ്ണ, പ്ലീസ്. എനിക്ക് പോകണ്ട. നിന്നെ വിട്ട് എനിക്ക് എങ്ങോട്ടും പോകണ്ട. പിന്നെ നിൻ്റെ അസിസ്റ്റൻസിന് ഒരു വിലയുമില്ലാതെ ഇങ്ങനെ നടക്കാനാണോ? ഞാനിപ്പോൾ ബോഡിയിലേക്ക് കയറിയെന്ന് തന്നെ വരട്ടെ. പക്ഷെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായാൽ ഇതെല്ലാം വേസ്റ്റ് അല്ലേ കൃഷ്ണ? എനിക്ക് നിൻ്റെ കൂടെ ഇങ്ങനെ നിന്നാൽ മതി. ഇവൻ പറയുന്ന കേൾക്കാൻ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പൊട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഇത് ചുമ്മാ പൊട്ടൻ ആട്ടം കാണുന്ന പോലെ ഉണ്ട്. ജിമിൻ, നീ ആ ബോഡിയിലൊന്ന് കയറി പ്ലീസ്. നീ ഇങ്ങനെ ഇവൾക്ക് മാത്രം കാണാനും കേൾക്കാനുമായിട്ട് നടന്നിട്ട് എന്ത് കാര്യമുള്ളത്? നീ ഇവളുടെ ജീവിതമാണ് നശിപ്പിക്കുന്നത്. അതെ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ജിമിൻ. നീ ബോഡിയിലേക്ക് കയറിയ ഉറപ്പായും നീ രക്ഷപ്പെടും. അതിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഉറപ്പുണ്ട്. ജോൺ പറഞ്ഞ പോലെ ഞാൻ ബോഡിയിലേക്ക് കയറിയ നിന്നെ എനിക്ക് ഓർമ്മ കാണില്ല കൃഷ്ണ. നിനക്ക് അതിലൊരു കുഴപ്പമില്ലേ? അങ്ങനെ മറക്കാൻ മാത്രമുള്ള ബന്ധമാണോ നമ്മൾ തമ്മിലുള്ളത് ജിമിൻ? ഞാൻ ജിമിനെ എന്ന് വിളിച്ചാൽ നീ വിളി കേൾക്കില്ലേ? കൃഷ്ണ, നിന്നോട് തർക്കിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. ഞാൻ ഹോസ്പിറ്റലിൽ പോവാം. ഒറിജിനൽ ജിമിനെ കാണാം. ഇവനിങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സൂര്യ. നീ പറഞ്ഞ സത്യമാണോ? ഇവന് ശരിക്കും മെർസി കില്ലിങ് ചെയ്യാൻ പോവാണോ? അവർ മെർസി കില്ലിങ്ങിന് റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അതിന്ന് അപ്രൂവ് ആയെന്ന് ഡോക്ടർ പറഞ്ഞു. എന്താ? മെഴ്സി കില്ലിന് അപ്രൂവ് ആയെന്നോ? കൃഷ്ണ, നീ എന്താ ഇവിടെ? അത് ഞാൻ ജിമിൻ്റെ കാര്യം കൃഷ്ണയോട് പറഞ്ഞു. എല്ലാം പറഞ്ഞു? ആ മോളെ, നീ ജിമിനെ കാണാൻ വന്നതാണോ? കൃഷ്ണ ജിന്നിൻ്റെ നേരെ തലയാട്ടി. എനിക്ക് ജിമിനെ ഇഷ്ടമാണ് ജിന്നേട്ടാ. യൂത്തേനേഷ്യ ചെയ്യാൻ അനുവദിക്കരുത്. ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ് കൃഷ്ണ. പക്ഷെ താനൊന്നും ഓർത്തേ, ഇവനിങ്ങനെ കിടക്കുന്നതിനേക്കാളും നല്ലത് ഫ്രീ ആക്കുന്നതല്ലേ? അവിടേക്ക് ഡോക്ടേഴ്സും ജിമിൻ്റെ അച്ഛനും അമ്മയും കയറി വന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തില്ലേ? ലെറ്റ്സ് പ്രൊസീഡ് വിത്ത് യൂത്തേനേഷ്യ. വാട്ട്? നോ, നിങ്ങൾക്കിങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ജിമിൻ ഉറപ്പായി മെഡിസിനോട് റിയാക്ട് ചെയ്യും. ഡോക്ടർ, കുറച്ച് നാളുകൾ കൂടി വെയിറ്റ് ചെയ്തൂടെ? ഇത്രയും നാളും മെഡിസിനോട് റെസ്പോണ്ട് ചെയ്യാത്ത ജിമിൻ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ദാറ്റ്സ് എ സാഡ് ട്രൂത്ത്. ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിൽ മിറാക്കിൾ നടക്കണം. ഐ ആം സോറി. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തെ? ജിമിൻ ഉറപ്പായും തിരിച്ചു വരും. ജിൻ കൃഷ്ണയെ റൂമിൻ്റെ വെളിയിലോട്ട് കൊണ്ടുവന്നു. നിന്നെപ്പോലെ ഞങ്ങൾക്കെല്ലാവർക്കും വിഷമമുണ്ട് കൃഷ്ണ. അവൻ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടവനാണ്. ഇത്രയും നാൾ അവൻ ഈ ഭൂമിയിൽ ഏതെങ്കിലും കോണിലുണ്ടാവുമെന്ന് കരുതിയവരാ ഞാനും സൂര്യയും വിച്ചുവല്ല. അവനിപ്പം നഷ്ടപ്പെടാമെന്ന് വിശ്വസിക്കാൻ പറ്റില്ലടാ. ഒരിക്കലും കാണാത്ത ആളോട് നിനക്കെന്താ ഇഷ്ടമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു കൃഷ്ണ. അവന് നീ ജീവനായിരുന്നു. ഇതേ സമയം റൂമിൽ നിന്ന് ബാക്കിയുള്ളവർ ഇറങ്ങി വന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരേ വികാരമായിരുന്നു. കൃഷ്ണ ജിമിൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ ഓടി. കൃഷ്ണ, എന്നെ എങ്ങോട്ടേ കൊണ്ടുപോകുന്നേ? നിനക്ക് അവർ കരയുന്ന കണ്ടിട്ട് ഒരു വികാരം തോന്നുന്നില്ലേ? എല്ലാവരും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ജിമിൻ. എത്രയൊക്കെ പറഞ്ഞാലും നീ ഒരിക്കലും ഒറിജിനൽ ജിമിൻ ആകില്ല. പ്ലീസ്, നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും നിനക്ക് ബോഡിയിലേക്ക് തിരിച്ചു പോയിക്കൂടെ? എനിക്ക് തിരിച്ചു പോകണ്ട. എനിക്ക് നിൻ്റെ കൂടെ ഉണ്ടാകണം. തിരിച്ചു പോയാൽ ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലോ? ഞാൻ പോകില്ല. എങ്കിൽ കേട്ടോ, ജിമിൻ മരിച്ചെന്നറിയുന്ന ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ചാടും. ഉറപ്പ്. ഈ കൃഷ്ണ പിന്നെ ഉണ്ടാകില്ല. കൃഷ്ണ, താൻ നിനക്കൊന്ന് ശ്രമിച്ചൂടെ ജിമിൻ? ഒന്നും ശ്രമിക്കാതെ മരിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല ജിമിൻ. ഞാൻ നിന്നോട് ഒരിക്കലും പൊറുക്കൂല. എനിക്ക് മരിക്കാൻ ഭയമില്ല. ഞാൻ ചാടുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ചാടും. ഞാൻ തിരിച്ചു പോകാം. നിനക്ക് വേണ്ടി
പോകുന്നതിന് മുമ്പ് ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഐ ലവ് യു. ഡോക്ടർ നോക്കി. ഡോക്ടർ, ഈസ് ഹി കമ്മിങ് ബാക്ക്? ഹോൾഡ് ദ ഇന്തോനേഷ്യ പ്രോട്ടോകോൾ റൈറ്റ് നൗ. എല്ലാം ക്യാൻസൽ ചെയ്യുക. ദിസ് ഈസ് എ മിറാക്കിൾ. ഓട്ടോ ലെവൽസ് ആർ ക്ലൈംബിങ്. ഇപ്പോൾ ഹാർട്ട് ബീറ്റ് നോർമലാണ്. ജിമിനിപ്പോൾ മെഡിസിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ഹോപ്പ്. അവിടെയുള്ളവരുടെ മുഖം സന്തോഷത്താൽ നിറഞ്ഞു. കൃഷ്ണ എന്തിയെ? ജിൻ കൃഷ്ണയെ അവിടെയെല്ലാം തിരക്കി. അവസാനം അവൾ റൂഫ് ടോപ്പിലുള്ളത് അവൻ ശ്രദ്ധിച്ചു. മോളെ, ഇങ്ങനെ കരയാതെ. ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത്. തൻ്റെ പ്രാർത്ഥന പോലെ യൂത്തേനേഷ്യ നടന്നില്ല. ജിമിൻ സ്റ്റാർട്ടഡ് ടു റിയാക്ടിങ് ടു മെഡിസിൻസ്. സത്യം? ജിമിന് ബോധം വന്നു? ഇല്ല, ബട്ട് ഹീ ഈസ് ഷോയിങ് ഇംപ്രൂവ്മെൻറ്റ്സ്. ഇനിയെങ്കിലും വീട്ടിലേക്ക് പോ. എക്സാംസ് ഒക്കെ വരുമല്ലേ, പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്ക്. എനിക്ക് ജിമിനെ കാണാൻ പറ്റുമോ? അവനെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 48 hours ഒബ്സർവേഷൻ. ആർക്കും ഇപ്പോൾ കാണാൻ പറ്റില്ല. 2 ദിവസം കഴിയുമ്പോൾ അവനെ റൂമിലേക്ക് മാറ്റും. അപ്പോൾ പോയി കാണാം. ഇപ്പം മോള് വീട്ടിലേക്ക് ചെല്ല്. ജിന്നിൻ്റെ നിർബന്ധപ്രകാരം കൃഷ്ണ വീട്ടിലേക്ക് പോകുന്നു. അതൊന്നും നടക്കില്ല കൃഷ്ണ. നിനക്ക് എക്സാംസ് വരുമല്ലേ. ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഓൾറെഡി ഒരാൾ അസൈൻഡാണ് ജിമിനെ നോക്കാൻ. മിസ്സേ പ്ലീസ്, ഞാൻ നിന്നോട്ടെ. എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. സൂര്യ എന്നോട് പറഞ്ഞു ജിമിന് നിന്നെ ഇഷ്ടമായിരുന്നെന്ന്. ആ കഥ കേട്ടപ്പോൾ നിനക്കും അവനങ്ങ് ഇഷ്ടമായോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനിൽ അടിമപ്പെട്ടു പോകാൻ അവൻ എന്ത് മന്ത്ര നിനക്ക് ചെയ്തത്? എനിക്കറിയില്ല മിസ്സേ. ഞാൻ ബൈസ്റ്റാൻഡറായിട്ട് നിന്നോട്ടെ പ്ലീസ് പ്ലീസ്. ശരി ശരി നിന്നോ. പക്ഷേ എനിക്കൊരു കാര്യം പ്രോമിസ് ചെയ്യണം. എന്താ മിസ്സേ? സ്റ്റഡീസിന് ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. പ്രോമിസ്? പ്രോമിസ്. അങ്ങനെ കൃഷ്ണ ഹോസ്പിറ്റലിൽ ജിമിൻ്റെ ബൈസ്റ്റാൻഡറായി നിന്നു. സ്റ്റഡീസിൽ ഒരു കോംപ്രമൈസും വരുത്തില്ലെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് അവൾ സ്റ്റഡീസ് സീരിയസ് ആയിട്ട് തന്നെ എടുത്തു. എത്ര നാളാ ജിമിൻ നീ ഇങ്ങനെ ഉറങ്ങുന്നത്? കൃഷ്ണ എന്ന് വിളിയേക്കാൻ ഞാൻ എത്ര കൊതിക്കുന്നുണ്ടെന്നറിയോ നിനക്ക്? ഒന്ന് കണ്ണു തുറക്ക ജിമിൻ പ്ലീസ്. ജിമിനിൽ നിന്ന് ഒരു പ്രതികരണം ഇല്ലാത്തതുകൊണ്ട് അവൾ ബുക്ക് മടക്കി വെച്ചു. അടുത്തുള്ള ബെഡിൽ അവനെ നോക്കിക്കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി. നീ എന്നെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടോ കൃഷ്ണ? ഐ ലവ് യു സോ മച്ച്. കൃഷ്ണ 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 കണ്ണു തുറന്നു. ഇറ്റ്സ് 7 AM. താൻ എന്ത് ഉറക്കം ഉറങ്ങുന്നേ? പെട്ടെന്ന് പോയി റെഡിയാക്കുക. തനിക്ക് എക്സാം ഉള്ളതല്ലേ. ചെല്ല്. കൃഷ്ണ പെട്ടെന്ന് റെഡിയായി. ദേ, ഫുഡ് കഴിക്കാൻ മറക്കല്ലേ. ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. സാറ് കോളേജിലേക്ക് വരുന്നില്ലേ? ഇന്ന് ഞാൻ ഓഫ് ഡ്യൂട്ടിയാണ്. കുറച്ച് നേരം ഇവൻ്റെ അടുത്തിരിക്കാമെന്ന് വിചാരിച്ച്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു സാർ. കൃഷ്ണ ജിമ്മിൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ എന്ത് വീർപ്പ് മുട്ടയായിരുന്നെന്നറിയോ നിനക്ക്? നിന്നെ എനിക്കിപ്പോൾ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല ജിമിൻ. കൃഷ്ണ